ഇരിട്ടി നഗരസഭ, കീഴൂർ, ചാവശ്ശേരി കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. നഗരസഭാ ഹാളിൽ കേരള വൈദ്യുത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മികച്ച കർഷകരെ ആദരിക്കുകയും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ്കുമാർ അധ്യക്ഷനായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സീമ സഹദേവൻ പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി പി അബ്ദുൾ റഷീദ്, ഷൈജു ആർ കെ, ധനിഷ പി, ജിഷ പി വി, രാജൻ കെ, കൗൺസിലർ രാധ വി, മുനിസിപ്പൽ സെക്രട്ടറി അൻഷിദ് കെ, CDS ചെയർപേഴ്സൺ കെ സ്മിത, എൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മികച്ച കർഷകരായി തിരഞ്ഞെടുത്ത TV കുഞ്ഞിരാമക്കുറുപ്പ്, കുഞ്ഞിരാമൻ KK, CP ചന്ദ്രൻ, സരസ്വതി CV, വിജയൻ PK, ഷൈജു P, സുരേഷ് ബാബു, സാവന്ത് കൃഷ്ണ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. ദിനാചരണത്തോടനുബന്ധിച്ച് പുന്നാട് ടൗണിൽ കർഷക റാലിയും സംഘടിപ്പിച്ചു. കേരളത്തിൽ നമ്മൾ അതിനെ കർഷക ദിനമായിട്ട് ആചരിക്കുകയാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ഇരിട്ടി മുനിസിപ്പാലിറ്റിയും കീഴൂർ ചാവശ്ശേരി കൃഷിഭവനും ചേർന്നാണ് ഈ ചിങ്ങം 1 കർഷക ദിനം ഇവിടെ സമുചിതമായിട്ട് ആഘോഷിക്കുന്നത്. ഞാൻ വരുന്നതിന് ഏതാണ്ട് 1 മണിക്കൂറോളം വൈകി നേരത്തെ പരിപാടി തുടങ്ങി. ഇന്ന് രാവിലെ മുതൽ ഈ കർഷക ദിനാഘോഷങ്ങളിൽ സംബന്ധിക്കുകയായിരുന്നു. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റിയും 8 പഞ്ചായത്തുകൾ ഉൾപ്പെടെ 9 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതോടെ 7 സ്ഥലങ്ങളിൽ ഈ പരിപാടികളിൽ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചു. കൊട്ടിയൂരും, കണിച്ചാറും, കേളകത്തും, പേരാവൂരും, പായത്തും, ആറളത്തും സംബന്ധിക്കാൻ സാധിച്ചു. അതിനിടയിൽ 2 ബാങ്ക് ശാഖകളുടെ ഉദ്ഘാടനവും ഒരു സ്നേഹ വീടിന്റെ താക്കോൽദാനവും മറ്റ് 2 പരിപാടികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയും പരിപാടികൾ സംബന്ധിച്ചു. അതുകൊണ്ടാണ് വൈകിയത്. നിങ്ങളെല്ലാവരും കാത്തുനിന്നു ഈ പരിപാടിയെ വിജയകരമാക്കി മാറ്റുന്നതിന് സഹായിച്ചു. കാരണം എന്തുകൊണ്ടാണ്? മെയിനായിട്ടും ഇതൊരു കർഷകരുടെ പ്രോഗ്രാമാണ്. ഇപ്പൊ നമ്മളുടെ ഓണം ബമ്പർ ലോട്ടറി ആർക്കെങ്കിലും അടിച്ച് അങ്ങനെ ഒരാൾ ഇരിട്ടിയിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ ആരും ചേർന്ന് സ്വീകരണം കൊടുക്കില്ല. അങ്ങനെ മുനിസിപ്പാലിറ്റി തയ്യാറാവില്ല. അതിൽ മന്ത്രിയും MLAയും വരില്ല. അത് ഒരു വ്യക്തിപരമായ നേട്ടമായിരിക്കും. പക്ഷെ കർഷകരുടെ ഒരു മുന്നേറ്റം, അതെല്ലാവരും അതിനെ ഇഷ്ടപ്പെടുന്നു, അതിൽ സന്തോഷിക്കുന്നു. ആ നേട്ടങ്ങൾ കൈവരിക്കുന്നവരെ സമൂഹവും ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് അവർക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നത്. കാരണം അത് നാടിന്റെ നട്ടെല്ലാണ്.